ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ സ്പെഷ്യൽ എന്താ വെച്ചെങ്കിൽ ഇതന്നെ കേട്ടോ സ്പെഷ്യൽ. ഇടിയപ്പം പാലാക്കുന്നത് സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിന് ഇടിയപ്പം പാലാക്കുന്നത്. നമ്മളെ നാട്ടിൽ ചീരണി മംഗലത്തിനാണ് ഇടിയപ്പം പാലാക്കൽ. അപ്പോൾ ഇത് ചീരണി മംഗലമൊന്നുമല്ല കേട്ടോ. ഇതെന്താ വെച്ചെങ്കിൽ ഞമ്മെല്ലാം മാമാൻ്റെ അവിടെ ചേരൂരിലേക്ക് പോയിട്ടുണ്ടായിന്. ചേരൂരിലേക്ക് പോയപ്പോൾ പറയാണ്ട് പോയതാണ്. പക്ഷെ ഞമ്മ പറയാണ്ട് പോയച്ചാൽ സാജി ഉണ്ടായിന്, അനിയത്തി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിന്. അങ്ങനെ ഓളുണ്ടല്ലേന്ന് വെച്ചിട്ട് ഒരു ഇടിയപ്പം പാലാക്കുന്നത്. എന്താ വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഇടിയപ്പം പണ്ടത്തെ ആണ് കേട്ടോ. ഈ ഇടിയപ്പത്തിൻ്റെ അച്ചല്ലേ വരുന്നത്. ഇപ്പം എല്ലാവരും ഇങ്ങനെ കയ്യിൽ തിരിക്കുന്ന അച്ചല്ലേ. അപ്പോൾ ഒരു പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇരിക്കട്ട് എന്ന് വെച്ചിട്ട് ഒരു ഇതുപോലത്തെ അച്ഛനായിട്ട് തിരിക്കുന്നത്. നല്ല രസമുണ്ട് അതിൽ ഉണ്ടാക്കാൻ. കുറേ ഉണ്ടാക്കിന് കേട്ടോ. എല്ലാവരും കുറച്ച് ഇങ്ങനെ തിരിക്കുമ്പോൾ ഈസിലായിട്ട് ഉണ്ടാക്കിയിട്ട് അതിന് അങ്ങനെ ഞാനും കൂടി തിരിച്ചിന് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മളെ പുറലെല്ലാം ഉണ്ടായിന് കേട്ടോ. പണ്ടെല്ലാം ഉണ്ടായിന്, ഇപ്പം ഉണ്ടായി. പക്ഷേ നമ്മൾ അതിപ്പോൾ യൂസ് ആക്കല്ലേ. നമ്മൾ സാധാരണ ഇപ്പം കയ്യിൽ ഉണ്ടാക്കുന്നില്ല, പൊടീൻ്റെ അതിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ സാധ്യത ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഇടിയപ്പം പാലുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് പോയൊന്നുമല്ല, വെറുതെ ഇങ്ങനെ എല്ലാവരും പോയിട്ട് വരാം, മാമ കഴിയുന്നില്ല, മാമനെ നോക്കിയിട്ട് വരാറ് പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പോയതാണ്. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നത് പറഞ്ഞുകൊണ്ട് വന്നെത്തിയതിന് ശേഷം അവരെല്ലാവരോടും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പാന്നും അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും എൻജോയ് ആക്കി കേട്ടോ ഇടിയപ്പം പാലും. പിന്നെ അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിന്, പച്ചക്കറി, ചോറ്, മീൻകറി, അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ എല്ലാവരും ഒരു മാസം അധികം ഇങ്ങനെ മീറ്റ് ചെയ്യലുണ്ട്. ആ ഒരു മീറ്റപ്പ് ഇങ്ങനെ ആയിട്ട് വെച്ചതല്ല ഇതിങ്ങനെ വെറുതെ ഞമ്മ തന്നെ ഇങ്ങനെ പോയിട്ടാകുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മീറ്റപ്പായിട്ടൊന്നും ആരും കണക്കാക്കണ്ട, മീറ്റപ്പ് ഒന്നല്ല കേട്ടോ. ഇതുപോലെ ഞമ്മ പോയിട്ടായിട്ട് മീറ്റാക്കിയേ ഉള്ളൂ. അങ്ങനെ ഇടിയപ്പം എല്ലാവരും ഒരാളെ പ്രസ്സാക്കിയിട്ട് അത് തീർന്നിട്ടാ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ വേവാതെ ഇങ്ങനെ ചുട്ടിട്ട് വെക്കുന്നില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ വെന്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കലാണ്. എല്ലാവരും ഉണ്ടാക്കലുണ്ടായിരിക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചോറിന് അരിയെല്ലാം ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയല്ലേ വലിയ ചെമ്പിന് എന്തെങ്കിലും എല്ലാവരും ഉണ്ടല്ലേ, അപ്പോൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ പോയിട്ട് പുറത്ത് പോയിട്ട് നോക്കുമ്പോൾ ഇവന് മാങ്ങ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മാങ്ങനെ പൊട്ടിച്ചിട്ട് മുകളിലിട്ടിട്ട് തിന്നാറുണ്ട്. അങ്ങനെ കുറേ മാങ്ങനെ കുലുക്കിയിട്ടിന് കേട്ടോ. ഒരു 10-15ഓളം മാങ്ങ കിട്ടിയിട്ടുണ്ടായിന്. ആപ്പാൻ്റെ പിള്ളേർ, കുഞ്ഞാൻ്റെ പിള്ളേർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിന് കേട്ടോ. അങ്ങനെ നല്ല പാങ്ങ ഉണ്ടായിന്. ഞാൻ എൻ്റെ ഇടയിൽ നല്ല മുകളിലേക്ക് പാഞ്ഞത് മാങ്ങ എന്താക്കുന്നത് നോക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിയാണ് ഒരു മാങ്ങ മുറിച്ചിട്ട് താഴെട്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ പറഞ്ഞ് ഞാനും കൂടി ഒന്ന് അമർത്തുന്നത്. അങ്ങനെ ഓൻ്റെ ഒരു ആശയല്ലേ, ഓനും കൂടി ഒന്ന് ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് കൊടുത്തിന്. അങ്ങനെ പ്രസ്സാക്കിയിട്ടെല്ലാം ആയിട്ടില്ലേ, മാങ്ങനെ മുറിച്ചിട്ടായിട്ട് ചെറിയ പീസ് പോലെ ആക്കിയിട്ടില്ലേ, ചെറിയ മുറിയിട്ട് കൊടുത്തിട്ടായിട്ട് അപ്പം അതിലേക്ക് ഉപ്പ്, കുറച്ച് ഓയിൽ ഇതെല്ലാം ഇട്ടിട്ട് നല്ല പാല ബാട്ടിട്ട് കൊടുത്തിനവ. പിന്നെ ഈ മാങ്ങ മുളയിലിട്ടത് അതൊന്നും അത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അന്നെങ്കിലും എല്ലാവരും ഉണ്ടാകുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ തിന്നാന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആപ്പാൻ്റെ മോൻ എന്താക്കിയ വെച്ചെങ്കിൽ മാങ്ങനെ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ടുണ്ടൊക്കെ പുറത്ത് പോയിട്ട് കൊണ്ടുപോയിട്ടാ. പിന്നെ ഭയങ്കര ചെനയുള്ള മാങ്ങ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കല്ലിലേക്കെല്ലാം വരച്ചിട്ട് ചെനയെല്ലാം ഫുള്ള് ക്ലീൻ ആക്കാനായിട്ട് ഒന്ന് കൊണ്ടുപോയിന് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഉപ്പും മുളകെല്ലാം ഇട്ടിങ്ങനെ ഇതുപോലെ കുത്തി തിന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിന്. അങ്ങനെ ഓനപ്പുറം പോയിട്ടാകുമ്പോൾ ഞാൻ മെല്ലെ എടുത്തിട്ടായിട്ട് അങ്ങനെ ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കല്ലിലേക്ക് വരച്ചിട്ട് എൻ്റെ ചെനെല്ലാം കളഞ്ഞിന് കേട്ടോ. പിന്നെ നമ്മൾ പുഴക്കെല്ലാം പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാജി ഉണ്ടായതുകൊണ്ട് സാജി പറഞ്ഞ് എന്നെ കൂട്ടാണ്ട് നിങ്ങൾ പോകണ്ടാറിട്ട് അങ്ങനെ അതും കൂടി ക്യാൻസലാക്കി കേട്ടോ. തോണിയിലെല്ലാം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോണിയിലെല്ലാം പോകുമ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് നിന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല കേട്ടോ. പിന്നെ എന്നോട് അവന് പറഞ്ഞ് ഞാനിത് കട്ടാക്കാം, എനിക്ക് ശരിയാവില്ല അയച്ചിട്ട് ഞാനത് വെച്ചിട്ട് വന്നതാണ്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ മാങ്ങേൻ്റെ ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ചേനയെല്ലാം കളഞ്ഞിട്ട് ഒരു മുറിയെല്ലാം ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും മുളകും എല്ലാം ഇട്ടിട്ടില്ലേ ബാട്ടിയിട്ട് എടുത്തിട്ട് തിന്നാനുള്ള ടേസ്റ്റ് ഇല്ല, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കുള്ള ഇതൊരു രസമല്ലേ ഇതുപോലത്തെ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ ഉണ്ടാക്കി തിന്നാൻ. പിന്നെ ഓന് കൂടാണ്ട് ഒരേ പണിയിലിട്ടാ. അങ്ങനെ അസ പറഞ്ഞ് ഞാൻ എന്നെ വരാം, ഞാൻ എന്നെ കട്ടാക്കാന്ന് വെച്ചിട്ട് ഓന് കട്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാ. ഓന് കട്ടായിട്ട് അതൊരു പെർഫെക്റ്റ് ആയി എന്ന് പറയുന്നില്ലേ. അങ്ങനെ ഓന് നമ്മളോട് കത്തി വാങ്ങിയിട്ട് ഓൻ എന്നെ കട്ടാക്കിയിട്ട് എടുത്തിട്ടാ. നിങ്ങൾക്കൊന്നും അറിയില്ലാന്ന് പറഞ്ഞിട്ട് ഓന് ഫുള്ള് കട്ടാക്കിയിട്ട് അതിലേക്ക് ഉപ്പും മുളും പുളിയെല്ലാം എടുത്തിട്ട് ബാട്ടാൻ കഴിഞ്ഞിട്ടാ. ബാട്ടി ശരിയാവായിട്ട് ലാസ്റ്റ് മാമാൻ്റെ ഷോളും കൊണ്ട് വന്നിട്ടാ. മാമാൻ്റെ നല്ല വെള്ള ഷാൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കടയെങ്കിലില്ലേ, നമ്മുടെ കടയെങ്കിൽ എന്നാണ് പറയുന്നത്, നിരക്കുന്ന കല്ല്, മറ്റേ എന്തിനു പറയുന്നത് കല്ലില്ലേ, ആ കല്ലിൽ ഇതിട്ടിട്ടുണ്ടായിന്, എന്ത് താമര എന്ന് പറയുന്നില്ല, അതിനിട്ടുണ്ടായിന്. അതിനെയും കുറവ് ഇട്ടിട്ടാവേ. പിന്നെ ഇത് ഞാൻ അപ്പം കാണിച്ചു കൊടുക്കാൻ തന്നെ വീഡിയോ എടുത്താണ്. ഇത്ര നല്ല എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതിനില്ല, അടുപ്പിലിട്ടിട്ട് ഓരോ കരിച്ചിട്ട് ഇളക്കി. ഇങ്ങനത്തെ മനുഷ്യന്മാരാണ്, പറഞ്ഞിട്ട് ഗുണമില്ല. അങ്ങനെതാ ഇവന് മോളെല്ലാം ഇട്ടിട്ടില്ല ബാട്ടാലിലേക്ക് ഇന്നവാ. അപ്പോൾ അതിൻ്റെ എടുക്കുന്ന ഞാൻ നല്ല വീഡിയോ എടുക്കാൻ വന്നത്. എല്ലായിടത്തൊക്കെ എൻ്റെ കണ്ണെത്തിയില്ലെങ്കിൽ ശരിയാകുന്നില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം.
അങ്ങനെതാ ഉപ്പിട്ട് 2 സ്പൂൺ ഉപ്പിട്ട് 2 സ്പൂൺ മുളകിട്ട് കുറച്ച് തേങ്ങ വെളിച്ചെണ്ണയില്ലേ അതും കൂടി ഇട്ടിട്ടില്ലേ നല്ല പാല വാട്ടി കൊടുത്താൽ എന്ത് ടേസ്റ്റ്. നിങ്ങൾക്ക് പറയുമ്പോൾ എന്നെ വായിന്ന് വെള്ളം വരുന്നില്ല, അത്ര ടേസ്റ്റ് ഉണ്ടായിനവ. അങ്ങനെതാ കാണുമ്പോൾ തന്നെ അടിപൊളിയാണവ, എന്ത് ടേസ്റ്റ് പറഞ്ഞോ. അങ്ങനെ 4 വാട്ടൊന്ന് വാട്ടിയവ, പിന്നെ ഷോളും കീറി കവറും കീറിയവ ഇങ്ങനെ വാട്ടിയിട്ട് നമ്മുടെ ഫുള്ള് മേക്കെല്ലാം തെറിച്ചിട്ട് ഡ്രസ്സിലേക്കെല്ലാം ആയിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിനവ. ഒരു പ്രാവശ്യം കൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്ര അടിപൊളിയായിട്ടുണ്ടായിന്. അതിൻ്റെ അടുക്കുന്ന റൈമോപ്പാ മൗക്കോപ്പ അങ്ങനെല്ലാം വീഡിയോ കോൾ ആക്കിയിട്ട് വിളിച്ചുകൊണ്ട് മുണ്ടിക്കൊണ്ട് അതിനിട്ട് അവർക്കെല്ലാം മിസ്സായിന്ന് പറഞ്ഞു. എല്ലാവരും ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന പോലെ അല്ലല്ലോ, പറയാതെ പോകുമ്പോൾ അതൊരു വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് കുത്തിയിട്ട് ആനായിട്ട് മുന്നേ ആ ചട്ടിയിലത്തെ എല്ലാം കാലേന് ഒറ്റ ഒന്നും വിട്ടിട്ടാവൻ എല്ലാം ചട്ടി പഠിച്ചിട്ട് തിന്നിട്ട് തീർത്തിനിട്ടാ. പിന്നെ അതാ യപ്പ എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നതല്ലേ, ആ ഒരു ടേസ്റ്റിൽ എല്ലാവരും അടിച്ച് പൊളിച്ച് തിന്നിട്ടവ. പിന്നെ ഞാൻ ഉള്ളിൽ പോയിട്ട് നോക്കുമ്പോൾ ഓളുണ്ടതാ ഇടിയപ്പം പാലും തിന്നുന്നത്. അപ്പോൾ അത് കുഞ്ഞാറയിലേക്ക് കൊണ്ടുകൊടുത്താണ്, നീ എങ്ങനെ എടുത്ത് തിന്നണം ഫസ്റ്റ് തന്നെ എന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇതിൻ്റെ നല്ല അടിപൊളി ബിരിയാണി, പിന്നെ എന്തോ മീൻ ഫ്രൈ ഉണ്ടായിന്, കച്ചമ്പറ് ഉണ്ടായിന്, വെണ്ടക്ക വറവുണ്ടായിന്, പിന്നെ ഇടിയപ്പത്തിൻ്റെ പാലും ഉണ്ടായിന്, മീൻ കറി ഉണ്ടായിന്, അങ്ങനെ എല്ലാത്തരം ഫുഡും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ പറയാണ്ട് പോയിട്ട് തന്നെ ഇത്ര ഐറ്റംസ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ട് പോയിനെങ്കിൽ ഇത്ര ഉണ്ടാട്ടിയെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ട് അത്രക്കും അടിപൊളിയായിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പം മീത്തന്ന് ആപ്പാൻ്റെ ഓള് പറഞ്ഞ് നമ്മളവിടുന്ന് ചായ കുടിക്കാമെന്ന്. പിന്നെ നമ്മൾ വിട്ടില്ല ആയെന്ന് പറഞ്ഞിന്. അപ്പം നമ്മൾ പോയിട്ട് നോക്കുമ്പോൾ അതാ ഉണ്ണിയപ്പം കാച്ചുന്നുണ്ട്, കേങ്ങ് കാച്ചുന്നുണ്ട്, കായ് കാച്ചുന്നുണ്ട്, അങ്ങനെ എല്ലാം അതും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആടുന്ന് ചായയെല്ലാം കുടിച്ച് പിന്നെ നല്ല മഴ ഉണ്ടായിന് കേട്ടോ. മഴൻ്റെ ലക്ഷണമെല്ലാം കാണുന്നുണ്ടായിന്. മഴൻ്റെ സമയത്ത് തന്നെ മഴയും വരുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ടേബിൾ ചെയ്തിട്ട് ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ചായയും കുടിച്ചിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ട്. അതിൻ്റെ അടുക്ക് തന്നെ മീത്ത കുഞ്ഞാൻ്റെ അടുത്തടുത്ത് തന്നെ കേട്ടോ എല്ലാവരും പോലെ കുഞ്ഞാൻ്റെ പേർക്കും പോയിട്ടുണ്ടായിന്. ആളിന്ന് ജ്യൂസും കൂടി കുടിച്ചിട്ട് വന്നിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല മഴ കേട്ടോ, ടൗണിൽ അടിപൊളി മഴയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പേർക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.